ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിൽ കുടുങ്ങി കൊല്ലം സ്വദേശികളായ യുവാക്കൾ 8 വർഷമായി മലേഷ്യൻ ജയിലിൽ കുടുങ്ങിയിരിക്കുന്നു. കെമിക്കൽ കമ്പനിയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് ഉമറുൽ ഫാറൂഖ്, സിയാദ്, സബീർ എന്നീ യുവാക്കളെ ലഹരിക്കടത്ത് സംഘങ്ങൾ കുടുക്കിയത്. നാട്ടിലെത്തിക്കാൻ ആവശ്യപ്പെട്ടതോടെ ലഹരി മാഫിയ കള്ളക്കേസിൽ കുടുക്കി യുവാക്കളെ ജയിലിലാക്കിയെന്നും പരാതിപ്പെട്ടാൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവാക്കളുടെ കുടുംബം പറയുന്നു. ചോറും വിളിക്കുമ്പോൾ പറയും ഞങ്ങൾ വരും, ഞങ്ങൾ ഇറങ്ങി വരും, ഞങ്ങൾ എംബസി മുഖേന പോയപ്പോൾ ഈ കൊണ്ടുപോയവർ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞ് അവിടെ ഉള്ളവരും പറഞ്ഞ് നിങ്ങൾ എംബസി പോയാൽ എവിടെയെങ്കിലും പോയി അറിയിച്ചാൽ ഞങ്ങളെ വെടിവെച്ച് കൊന്നുകളയും, നിങ്ങൾ അതുകൊണ്ട് ഒന്നിനും ഇറങ്ങണ്ട, ഞങ്ങൾ നാട്ടിൽ വരും, അവരെ ഇറക്കും, ഞങ്ങൾ ഇറക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സമാധാനം തന്നു. ഇത്രയും വർഷം വരെ ഞങ്ങൾക്ക് സഹിച്ചിരുന്നു. ഇപ്പോൾ പറയുന്നു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അവർക്ക് കേസുണ്ടായിരുന്നു, കൊണ്ടുവന്നപ്പോൾ പറയുന്നു അവരെ ഇനിയും അവരെ ശിക്ഷിച്ച് എത്രയോ വർഷത്തേക്ക് ഇട്ടിരിക്കുന്നതെന്ന്. പോയപ്പോഴേ 2 മാസം ഇത് കണക്ക് കാശ് അയച്ച് 3-ാം പ്രാവശ്യം കാര്യം അപ്പോഴത് ഇതിട്ടപ്പോഴത്തേക്ക് അവിടെ ഇത് ഫോണിലില്ല. അങ്ങനെ അപ്പോഴേ അറിയുന്ന പോലീസ് പിടിച്ചെന്ന്. പിന്നെ കുറേ ആൾ കഴിഞ്ഞപ്പോൾ എംബസി പേപ്പർ വന്നു. ആ പേപ്പർ വന്നപ്പോഴാണ് പിടിച്ചത്. അതുകൊണ്ട് ഇറങ്ങാൻ പോയപ്പോൾ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോകണ്ട, ഒരിക്കലും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അത് വർക്കലുള്ള ഷാജഹാൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ പേപ്പർ കൊടുത്തത്. അപ്പം ഈ 2 പ്രാവശ്യം വീട്ടിൽ പൈസ വന്നപ്പോഴും സജീവ് വീട്ടിൽ വന്ന് ഈ ഷാജഹാന് കൊടുക്കാനെന്നും പറഞ്ഞ് പൈസ വാങ്ങിച്ച് ഏജൻറ്റിന് കൊടുക്കാനാണ്, നിങ്ങൾ പൈസയൊന്നും കൊടുക്കാതെ പോയതല്ലയോ, പൈസ വേണമെന്നും പറഞ്ഞ് ഞങ്ങളെ കയ്യിൽ നിന്ന് 2 പ്രാവശ്യം പൈസ വാങ്ങിച്ചിട്ട് പോയിട്ട് പിന്നെ 10,000 രൂപ മേടിച്ചിട്ട് പറഞ്ഞ് ഇനി ശമ്പളം വരുമ്പം തന്നാൽ മതി, കുറച്ച് ഈ വിസയുടെ പൈസയും കൊടുക്കണം, ഇത് കൊണ്ടുപോയതിൻ്റെ പൈസയും വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, ഇതിപ്പോൾ ദീർഘകാലമായി അവർ അവിടെ ജയിലിലാണ് എന്ന് മനസ്സിലാക്കുന്നു. അതിനു മുമ്പ് ഇത്തരമൊരു ആരോപണമോ ഇത്തരമൊരു പരാതിയോ ഉയരാത്തത് എന്തുകൊണ്ടാണ്? പിന്നെ ഇത് കുടുക്കിയതാണ് എന്ന് കുടുംബം ഉറപ്പിക്കുന്ന സാഹചര്യം എന്താണ്? ഹർഷൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2018 ഇവർ വിദേശത്തേക്ക് പോകുന്നത്. ഇവർ ചെറിയ പെയിൻറ്റിംഗ് തൊഴിലാളികളായി ജോലി അനുഷ്ഠിച്ച് വരുന്നവരാണ്. ഇവരെയാണ് ഈ ഏജൻസി സമീപിച്ചുകൊണ്ട് വലിയ തുക ശമ്പളമായി കിട്ടും, ടിക്കറ്റും വിസയും ഒക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മലേഷ്യയിലെ ഈ കെമിക്കൽ കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനുശേഷം ആ കമ്പനിയിൽ ജോലി ചെയ്തു വരവേ അവർക്ക് മനസ്സിലായി അവിടെ കെമിക്കൽ അല്ല ഉണ്ടാക്കുന്നത്, ഇത്തരത്തിൽ ലഹരിയാണ് ഉണ്ടാക്കുന്നത്, ലഹരി ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു. തുടർന്ന് 2-ാമത്തെ മാസം അവരത് പോലീസിനെ അറിയിക്കുമെന്ന് അവിടുത്തെ കമ്പനി ഉദ്യോഗസ്ഥരോട് അറിയിച്ചു. ഇതിനെ തുടർന്ന് ഇവരെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇതിനുശേഷം ഈ കൊണ്ടുപോയ ഏജന്റിനെ കൂടി ഈ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി, മലേഷ്യയിലേക്ക് വിളിച്ചു വരുത്തി ഇവരെ റൂമിൽ അടച്ച ശേഷം അവിടെ ലഹരി വച്ച ശേഷം ആ മലേഷ്യൻ പോലീസിന് വിവരം അറിയിച്ച മലേഷ്യൻ പോലീസ് ഇവരെ പിടികൂടുകയായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഇതിനിടയിൽ പലതവണയും എല്ലാ വെള്ളിയാഴ്ചയും ഇവർക്ക് വീട്ടിലേക്ക് വിളിക്കാനുള്ള അനുവാദമുണ്ട്. വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പരാതിയും കൊടുക്കരുത്, കൊടുത്താൽ തങ്ങളെ വകവരുത്തി കളയും എന്നാണ് അവിടെയുള്ള സംഘങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരാതിപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതിൽ ഫാറൂഖ്, സിയാദ്, സബീർ തുടങ്ങിയ 3 പേരാണ്, മലയാളികളായ 3 പേരാണ് ജയിലിൽ ഉള്ളത്. എന്തായാലും എംബസിക്ക് അതിനുശേഷം 1 വർഷം പിന്നിട്ടപ്പോൾ തന്നെ മാതാപിതാക്കൾ പരാതി കൊടുത്തു. എംബസി നൽകിയ മറുപടി അനുസരിച്ച് ഇവർ ലഹരികടത്ത് കേസുമായി ബന്ധപ്പെട്ട ജയിലിലാണ് എന്നാണ് എംബസി ഒരു മറുപടി കൊടുത്തത്. എന്തായാലും ഈ കുടുംബങ്ങൾക്ക് അവർക്ക് പറയാനുള്ളത് പ്രധാനമായും ഇവർ പരാതി കൊടുക്കാനുള്ള പ്രധാന കാരണം അവരുടെ മക്കളെ നഷ്ടപ്പെട്ടു പോകും എന്നൊരു ധാരണയിലാണ് ഇത്തരത്തിൽ പരാതി കൊടുക്കാതിരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ വീട്ടിൽ വിളിച്ച് ഇവിടെ നിൽക്കാൻ കഴിയില്ല, ഇവിടെ ലഹരി വസ്തുക്കളാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വിവരം ഈ 3 പേരും അറിയിച്ചു. പക്ഷേ തിരിച്ച് നാട്ടിലേക്ക് വരാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല. പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ ഈ ലഹരി കടത്ത് സംഘങ്ങളുടെ കയ്യിലാണ്, തങ്ങളുടെ ഒരു പ്രത്യേക സ്ഥലത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. ആ ഓഡിയോ സന്ദേശം ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമപോരാട്ടം നടത്തുകയാണ്. ഈ വിദേശത്ത് നിയമപോരാട്ടം നടത്താൻ ഇവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇനിയെങ്കിലും നിയമപോരാട്ടം നടത്തി തങ്ങളുടെ മക്കളെ ഇത്തരത്തിൽ നിരപരാധിത്വം ബോധിപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമാണ് അവർക്കുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അതുപോലെ സ്ഥലത്തെ എംപിമാർക്കൊക്കെ തന്നെ പരാതി കൊടുത്ത് ഈ കുടുംബം കാത്തിരിക്കുകയാണ്. എന്തായാലും ഫോണിൽ ഇവരെ ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ട്. 8 വർഷമായി യാതൊരുവിധ ഇതുമില്ല, നാട്ടിലേക്ക് വരാൻ പോലും സാധിക്കാതെ ഈ നിരപരാധികളായി ജയിലിൽ കഴിയുകയാണ് എന്നാണ് അവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നത്. ഹർഷൻ.
റൈറ്റ്, ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 3 പേർ ദീർഘകാലമായി മലേഷ്യയിൽ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ ഇടപെടേണ്ടതും അവരെ തിരിച്ചെത്തിക്കേണ്ടതുമുണ്ട്. ഈ പരാതിയിൽ എന്താണ് വാസ്തവമെന്നത് അന്വേഷിക്കേണ്ടതുമുണ്ട്.